മലയാളി ക്രിയേറ്റീവ് സെൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിങ്ങോ സ്റ്റിച്ചിങ്ങോ ക്ലീനിങ് മോട്ടിവേഷനോ ക്രാഫ്റ്റോ ഒന്നുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം എങ്ങനെ മണി സേവ് ചെയ്യാം, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ക്യാഷ് സേവ് ചെയ്യാനായിട്ട് 5 ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് നമ്മളുടെ സ്വന്തം മെൻറ്റാലിറ്റിയാണ്. അതായത് ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടാവും, നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല. അതായത് എനിക്ക് 10,000 രൂപ മാത്രമേ ശമ്പളം കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ഇതിൽ നിന്നും എനിക്ക് 1 രൂപ പോലും നീക്കി വെക്കാൻ സാധിക്കില്ല, എനിക്ക് ഒത്തിരി ചിലവുള്ള ആളാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലുമല്ല, ആ മെൻറ്റാലിറ്റിക്ക് മാത്രമാണ് പ്രോബ്ലം ഉള്ളത്. 10,000 രൂപ മാത്രം ലഭിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും 9,500 രൂപയും ചിലവാക്കാം. പക്ഷേ ഒരു 500 രൂപ നമ്മളവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ എത്ര കിട്ടുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ 15,000 കിട്ടുന്ന ആൾക്ക് 1000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ എത്ര രൂപ അധ്വാനിച്ചുണ്ടാക്കിയാലും അതിൽ നിന്നും 1% ഞാൻ മാറ്റി വെച്ചിരിക്കും എന്നൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടിപ്പ്. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വരവ് ചിലവ് കണക്കുകളിൽ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പലചരക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ പോകുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കിയെടുക്കുക, അതായത് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. എത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതല്ലാതെ കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചു വാരി എടുത്ത് ബില്ല് ഒത്തിരി ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വരുമാനത്തിന് സാധിക്കാത്ത തരത്തിലുള്ള സാധനങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. പക്ഷേ നമ്മളതൊന്നും നോക്കിയില്ല, നമ്മുടെ ഇഷ്ടാനുസരണം നമ്മളെടുത്ത് ചിലവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും, അതായത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോവുക. ആ ലിസ്റ്റിനകത്ത് വരുന്ന സാധനങ്ങൾ വാങ്ങി ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് തന്നെ തോന്നും അങ്ങനെ മതി, നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടുന്നത്. അതുപോലെ ഒരു നോട്ട്ബുക്ക് മാറ്റി വെക്കുക, അതിൽ കൃത്യമായിട്ട് ഒരു പ്ലാനർ എഴുതി ഉണ്ടാക്കി വെക്കുക. അതായത് ഒരു മാസത്തെ ചിലവ് എനിക്ക് എത്രയാണ്, അതോടൊപ്പം എനിക്ക് എത്രയാണ് വരവ് ലഭിക്കുന്നത്, എത്രയാണ് എൻ്റെ വരുമാനം, അതനുസരിച്ച് ചിലവാക്കാൻ നാം ശീലിക്കുക. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം കൃത്യമായിട്ട് അന്നുള്ള കണക്കുകൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം, എന്നാലും കൃത്യം ഒരു മാസത്തെയെങ്കിലും കണക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയൊക്കെ പൈസയാണ് നമ്മുടെ കയ്യിൽ എന്തിനൊക്കെയാണ് ചിലവാകുന്നത് എന്ന്. അങ്ങനെ ഒരു ഉദ്ദേശ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എത്ര ക്യാഷ് വേണമെങ്കിലും മാറ്റി വെക്കാനും സാധിക്കും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. ഒരു മാസം നമ്മൾ നീക്കി വെച്ചിട്ടുള്ള പൈസ, അതായത് മിച്ചം പിടിച്ച് സേവിങ്സിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പൈസ നമ്മൾ എവിടെയാണ് അത് നിക്ഷേപിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചിരിക്കണം. ശരിക്കും ഒരു ബാങ്കിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റു ഒരു ക്യാഷും അതിലേക്ക് കൊണ്ടിടാതിരിക്കുക. അതിനായിട്ട് മാത്രം ഒരു അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേവിങ്സ് മാത്രം എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാകും. അതോടൊപ്പം കുറച്ച് ക്യാഷ് കൂടി അതിൽ നമുക്ക് സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് നമുക്കൊരു ചിന്തയും കൂടി തോന്നാൻ ഒത്തിരി സഹായിക്കും. ഇനി അതല്ല, നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോൾ പറ്റില്ല, അങ്ങനൊരു സാഹചര്യം നമുക്ക് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഇതുപോലെ ക്യാഷ് മാറ്റി വെക്കാൻ ശീലിക്കുക. അങ്ങനെ ചെയ്താലും, പക്ഷേ ഒരിക്കലും അത് പുറത്ത് മറ്റൊരാളോടും പറയാണ്ട് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്കൊരു വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് അഡീഷണൽ ഇൻകമാണ്. അതായത് ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ സമ്പാദ്യം കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വരുമാനം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ വീണ്ടും അഡീഷണൽ ആയിട്ടൊരു വരുമാനം കൂടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടുന്നത്. അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സമയത്തിൽ ഞാൻ ഇനിയും ഒരു സമ്പാദ്യം കൂടി ഉണ്ടാക്കിയെടുക്കും എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടാക്കുക.
അതിലൂടെ നമുക്ക് വീണ്ടും മണി ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ, ചെറിയൊരു വരുമാനത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കും പൈസ സമ്പാദിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ അഡീഷണൽ ഒരു ഇൻകം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ആണുങ്ങൾ അവർ ജോലിക്ക് പോകുന്ന ആ ജോലിയേക്കാളും നിങ്ങൾക്ക് സൈഡായിട്ട് എന്തെങ്കിലും കൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഡീഷണൽ ഒരു ഇൻകം കണ്ടെത്താം. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം വളരെ അമൂല്യമാണ്. നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം വെറുതെ കളയാണ്ട് ചെയ്യുക. അമിതമായിട്ട് അധ്വാനിച്ച് നിങ്ങളുടെ ഉള്ള ആ ഒരു ശരീരവും അല്ലെങ്കിൽ ഉള്ള ആ ഒരു സമാധാനം കളയണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അധികം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുള്ളൂ, എന്നാൽ കുറച്ചുകൂടി നല്ല സാലറി കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാവുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡീഷണൽ ഒരു വരുമാനം കൂടെ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. 5ാമത്തെ ടിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 ടിപ്പുകളും നമ്മൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ 4 ടിപ്പുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. എന്ത് സംരംഭം തുടങ്ങിയാലും ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സേവിങ്സ് തുടങ്ങിയാലും നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം. പകുതി വഴിക്ക് നിർത്തരുത്. അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. പലരും പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഇത് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കും. അതിനുശേഷം അതോടെ തന്നെ ആ തീരുമാനങ്ങൾ അടച്ചുപൂട്ടി വെക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സേവിങ്സ് കൂട്ടുകയും ചെയ്യുക. അതാണ് നമ്മുടെ 5ാമത്തെ ടിപ്പ്. അപ്പോൾ നമ്മുടെ 5 ടിപ്പുകളും കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇതിൽ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, സേവിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ് മേഖലകളെക്കുറിച്ചോ പറഞ്ഞില്ല എന്നുള്ളത്. ഇത് ശരിക്കും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ്. നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം, വലുതിലെത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറിയ ഒരു നിർദ്ദേശം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. 100 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, എനിക്ക് വരുമാനമുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതിൽ നിന്ന് വേണമെങ്കിലും നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്കും തുടങ്ങാം പുതിയൊരു സേവിങ് അക്കൗണ്ട് വീട്ടിൽ തന്നെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ. അപ്പോൾ എങ്ങനെയാണേലും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ബൈ ഫ്രണ്ട്സ്.